ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതേപോലെ സ്റ്റോൺ ലേസും അതേപോലെ 2 ഫ്ലവറും വെച്ച് നമുക്കൊരു അടിപൊളി ഹെയർ ബോ ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഓണം റിലേറ്റഡ് ആയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല എലഗൻറ്റ് ലുക്കിൽ ഒരു പാർട്ടി വെയറിനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ് നമുക്ക്. അപ്പോൾ സ്റ്റോൺ ലേസ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചുറ്റി കൊടുക്കുമ്പോൾ 2 സൈഡിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ വള്ളി ഇതേപോലെ നിങ്ങൾക്ക് കാണാമല്ലോ, ചെറുതായിട്ടുണ്ട്. അതൊന്നും കാണത്തില്ല കേട്ടോ. ചുറ്റി കഴിഞ്ഞാൽ നല്ല കംപ്ലീറ്റ്ലി ഫിനിഷിങ്ങോടുകൂടി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സൈഡിലെത്തുമ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ വെക്കാതെ. സാധാരണ നമ്മൾ സ്റ്റോൺ ലേസൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു പോവുക ആണ്, പക്ഷേ അതല്ല, ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇതേപോലെ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്ക് പല കളറിലുള്ള ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 8mm ബീഡാണ് കയറ്റുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ സ്റ്റക്കായി ഇരുന്നോളൂ, അപ്പോൾ പോരത്തില്ല. അത് കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുകയാണ്. അപ്പം നല്ല ഉറച്ചിരിക്കുക, ഇളകിയേ പോരത്തില്ല കേട്ടോ. നല്ല സ്ട്രോങ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഫിഷിംഗ് വയറാണ്. നിങ്ങൾക്കും അത് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണത്തില്ല എവിടെയും ചുറ്റിയത്. നമ്മൾ ഗിയർ വയർ അല്ലെങ്കിൽ കോപ്പർ വയറൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം. ഈ ബീഡ് ഇതേപോലെ ഞാൻ സെൻറ്ററിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് 8mm ബീഡാണ് കയറ്റിയേക്കുന്നത്. നമ്മുടെ കയ്യിൽ 8mm 4 വെറൈറ്റീസാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ചെക്കൗട്ട് ചെയ്യാം. അതെല്ലാം 6mm ബീഡ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കയ്യിൽ 25 വെറൈറ്റീസോളം 6mm ബീഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 6mm ബീഡ്സ് എങ്ങനെ കയറ്റാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്തത്. നമ്മൾ ബീഡ്സ് വെച്ച് ചെയ്ത് ഇതേപോലെ നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടി. ഇതിൻ്റെ സിൽവർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേറൊരു കമ്പിയുടെ ഫ്ലവർ വെച്ച്. അപ്പോൾ അത് നല്ല സെയിലിംഗ് ആയിരുന്നു. കുറേ പേര് നമ്മളോട് പറഞ്ഞു നല്ല എലഗൻറ്റ് ലുക്ക് ആയതുകൊണ്ട് തന്നെ ഓണത്തിനൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റിയ ഒരു മോഡലായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് സെയിം മോഡലിൽ ഞാൻ സ്റ്റോൺ ലേസ് ഗോൾഡനിൽ വരുന്നത് കാണിക്കുന്ന ഈ ഒരു മോഡൽ. ഇത് നമുക്ക് ഏത് ഫ്ലവറും ഇനി ഇതേപോലെ ചെയ്യാൻ പറ്റുമോ സിമ്പിളായിട്ട്. ബാക്കി ഞാനൊരു സ്റ്റോൺ ചെയിൻ എടുത്തിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ ചെറിയൊരു കെട്ട് വരുന്നുണ്ട്, കെട്ട് കാണത്തില്ല. അതല്ലാതെ ഇതേപോലെ ഫൈനലിൽ ഞാനിങ്ങനെ 2-3 വള്ളിയുടെ ഇടയിൽ കൂടെ എടുത്ത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ടൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൂസ് ആയി പോരാതെയും അതേപോലെ ഊരിയൊന്നും പോരത്തില്ല. ജസ്റ്റ് അത് കഴിഞ്ഞ് ഉരുക്കി 2-3 നൂലിൻ്റെ ഇടയിലേക്ക് വെക്കുക. ഉരുക്കുമ്പോൾ പൊട്ടി പോകാതെ നോക്കുക. വേറെ നന്നായി ഉരുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് പൊട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് പോവും. അതുകൊണ്ട് തന്നെ ഇതേപോലെ നമുക്ക് വയർ കുറഞ്ഞു പോയാൽ കഴിഞ്ഞാലും ഫിഷിംഗ് വയർ കുറഞ്ഞു പോയാൽ അവിടെ അറ്റാച്ച് ചെയ്ത് കെട്ടി പോയി കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലാതെ നൂലെടുക്കുന്നത് കുറഞ്ഞു പോയി എന്ന് ഓർത്ത് നിങ്ങളത് പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.